നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മാത്യു തോമസ്, ഊരാമേലിൽ കല്ലുവരിക്കൽ. ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൂടി വിശദമാക്കാൻ പോകുന്നത് കേരളത്തിലെ സുപ്രസിദ്ധ ചുണ്ടൻ വള്ളങ്ങളിൽ ഒന്നായ ആയാപറമ്പ് പാണ്ടി ചുണ്ടനെ കുറിച്ചാണ്. ആയാപറമ്പും പാണ്ടിയും കേരളത്തിലെ കുട്ടനാട്ടിലെ പ്രശസ്തമായ രണ്ട് ഗ്രാമങ്ങളാണ് ആയാപറമ്പും പാണ്ടിയും. ഈ ആയാപറമ്പ് കരക്കാരും പാണ്ടി കരക്കാരും ചേർന്ന് 95-96 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച ചുണ്ടൻ വള്ളമാണ് ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ. ഈ 95-96 കാലഘട്ടങ്ങൾക്കും മുമ്പ് ഈ ആയാപറമ്പ് കരക്കാരും പാണ്ടി കരക്കാരും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നടന്ന ജലോത്സവങ്ങളിൽ മികച്ച തുഴച്ചിൽക്കാരായി പേരെടുത്തിരുന്നവരാണ്. അവർ ചേർന്ന് 95-96 കാലഘട്ടങ്ങളിൽ പുതിയൊരു ചുണ്ടൻ വള്ളം പണിയുവാനായി തീരുമാനിച്ചു. അവർ അങ്ങനെ ആദ്യമായി പണിഞ്ഞ ചുണ്ടൻ വള്ളത്തിന്റെ പേരാണ് ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ വള്ളം. ആയാപറമ്പ് എന്ന പേര് കൂട്ടി കേരളത്തിൽ രണ്ട് ചുണ്ടൻ വള്ളങ്ങളാണ് ഉള്ളത്. ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും ആയാപറമ്പ് പാണ്ടിയും. ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻ വള്ളമാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ സംസാരിക്കാം. ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ വള്ളം 1995-96 കാലഘട്ടങ്ങളിൽ പണിത് നീറ്റിലിറക്കി. ആ സമയത്ത് നീറ്റിലിറങ്ങിക്കഴിഞ്ഞ ഉടനെ അധികം താമസിയാതെ നടന്ന പല്ലനയാറ്റിൽ നടന്ന കുമാരനാശാൻ സ്മാരക ജലോത്സവത്തിൽ നമ്മുടെ ഈ കളിയോടം 1ാം സ്ഥാനം നേടുകയുണ്ടായി. അതിനുശേഷം പിന്നീട് 97 കാലഘട്ടത്ത് ഈ വള്ളം പായിപ്പാട് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ അത് നല്ല രീതിയിൽ ഡാമേജ് സംഭവിക്കുകയും പിന്നീട് അത് അല്പനാൾ ഉപയോഗശൂന്യമാകുകയും ചെയ്തു. പക്ഷെ ആ കരക്കാർ വീണ്ടും 2012 അവർ വീണ്ടും ഒത്തുചേർന്ന് പുതിയൊരു ചുണ്ടൻ വള്ളം നിർമ്മിച്ചു. ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ എന്ന പേരിൽ തന്നെ പുതിയൊരു ചുണ്ടൻ വള്ളം നിർമ്മിച്ചു. അന്നു മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടായങ്ങളിൽ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ വള്ളത്തിന്റെ പേര് മുഴങ്ങിക്കേട്ടു. കേരളത്തിന്റെ പല ജലോത്സവങ്ങളിലും ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ കറുത്തിരുണ്ട കരിനാഗമായി അഴിച്ചുവിട്ട കുതിരയെപ്പോലെ അതിന് വെന്നിക്കൊടി ചാർത്തി. ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ മത്സരിക്കാത്ത ജലോത്സവങ്ങൾ ഈ ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ കോട്ടയത്ത് നടന്ന ജലോത്സവങ്ങളിൽ വളരെ വിരളമാണ്. പ്രസിദ്ധങ്ങളായ ജലോത്സവങ്ങളായ മീരറ്റൂറൻ ജലോത്സവം, മാന്നാർ മഹാത്മാ ജലോത്സവം, അതോടൊപ്പം കൊല്ലം കല്ലടയാട്ടിൽ നടക്കുന്ന കല്ലട ജലോത്സവം തുടങ്ങി പല പ്രശസ്തമായ ജലോത്സവങ്ങളിലും ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ പങ്കെടുക്കുകയും ട്രോഫികൾ കരസ്ഥമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ജലോത്സവ പ്രേമികൾ വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു ഓമന പേര് ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടനുണ്ട്. പവർ പാണ്ടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ചുണ്ടൻ വള്ളം ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ വള്ളമാണ്. 2015-2016 കാലഘട്ടങ്ങളിൽ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ വീണ്ടും പുതുക്കി പണിയുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജലോത്സവങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പ് ഇതുവരെ നെഞ്ചോടി ചേർക്കാനായി സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും അത്യധികം കളിമുഖമുള്ളതും വെള്ളത്തിൽ നീന്താൻ ശേഷിയുള്ളതുമായ ഒരു ചുണ്ടൻ വള്ളമാണ്, ഒരു കരിനാഗമാണ്, ഒരു ജല ഓടമാണ് നമ്മുടെ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ വള്ളം. 2015-2016 കാലഘട്ടങ്ങളിൽ വീണ്ടും പുതുക്കി പണിഞ്ഞതിനു ശേഷം 2017 ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ ജേതാവും നമ്മുടെ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ തന്നെയാണ്. അതോടൊപ്പം 2022 കേരള സംസ്ഥാന സർക്കാരിന്റെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ബോട്ട് റേസിൽ നമ്മുടെ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ പങ്കെടുക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടന് CBL കിരീടം കിട്ടിയില്ലെങ്കിൽ കൂടിയും നമ്മുടെ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ കേരളത്തിലെ പ്രശസ്തമായ ക്ലബ്ബുകളിലൊന്നായ KBC ആൻഡ് SFBC ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിൽ മികച്ച രീതിയിൽ മത്സരിക്കുകയുണ്ടായി. എങ്കിൽ പോലും അവർക്ക് കിരീട ഭാഗ്യം അകന്നു നിന്നു. അതോടൊപ്പം 2023 ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ബോട്ട് റേസിൽ നമ്മുടെ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ പങ്കെടുക്കുകയുണ്ടായി. 2023 വേമ്പ്രാഡ് ബോട്ട് ക്ലബ്ബാണ് നമ്മുടെ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടനെ കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗിലേക്ക് കൊണ്ടുവന്നത്. അക്കൊല്ലവും ട്രോഫി ഭാഗ്യം നമ്മുടെ ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടനെ അകന്നു നിന്നു. എങ്കിൽ കൂടിയും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജലോത്സവങ്ങളിൽ നമ്മുടെ ഈ കറുത്തിരുണ്ട ആയാപറമ്പ് പാണ്ടി എന്ന ചുണ്ടൻ വള്ളത്തിന്റെ പേര് കേൾക്കാത്ത ഒരു നെട്ടായങ്ങൾ പോലുമില്ല. അത്രമാത്രം പ്രസിദ്ധനായ ഒരു വള്ളമാണ് ഈ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ വള്ളം. അതോടൊപ്പം എന്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ ആയാപറമ്പ് സ്ഥലത്തു നിന്നും പാണ്ടി കരയിൽ നിന്നുള്ള ധാരാളം സഹപാഠികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ
പല പ്രാവശ്യം ഈ ആയപറമ്പ് പാണ്ഡ്യചുണ്ടനെ കുറിച്ച് പലതരത്തിലുള്ള കഥകൾ അക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ സഹപാഠികൾ, അവരുടെ പിതാക്കന്മാർ, അവരുടെ ബന്ധുമിത്രാദികൾ പലരും തൊഴിഞ്ഞ പ്രശസ്തമായ വള്ളമാണ് ഈ ആയാപറമ്പ് പാണ്ഡ്യചുണ്ടൻ വള്ളം. അതോടൊപ്പം എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ പച്ചച്ചക്കിടിക്കാടാണ്. ഈ പച്ചച്ചക്കിടിക്കാടിന്റെ വളരെ സമീപമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പാണ്ടി അല്ലെങ്കിൽ ആയാപറമ്പ് പ്രദേശം. എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാനും പല സ്ഥലങ്ങളിലും പോയിരുന്നപ്പം പാടത്തും പറമ്പിലും ക്രിക്കറ്റ് കളിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പാടത്തിന്റെയും പറമ്പിന്റെയും സൈഡിലുള്ള തോട്ടിൽ കൂടി നെഹ്റു ട്രോഫി കാലഘട്ടങ്ങളിൽ ട്രയൽ എടുക്കുക എന്ന് പറയും, പരിശീലനം നടത്തിയിരുന്ന സമയത്ത് ഞങ്ങൾ നിരവധി തവണ കണ്ടിട്ടുള്ള ഒരു ചുണ്ടൻ വള്ളം കൂടിയാണ് ഈ ആയാപറമ്പ് പാണ്ഡ്യചുണ്ടൻ വള്ളം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പ് ഇതുവരെ നേടാനായി കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും കേരളത്തിലെ പ്രശസ്തമായ പല ക്ലബ്ബുകളും നോട്ടമിട്ടിരിക്കുന്നതും കളിമികവുള്ളതുമായ ഒരു വള്ളം കൂടിയാണ് ഈ ആയാപറമ്പ് പാണ്ഡ്യചുണ്ടൻ വള്ളം. എങ്കിൽ കൂടിയും ഈ നെഹ്റു ട്രോഫി നേടുക എന്നുള്ളതാണ് കുട്ടനാട്ടിലെ ഓരോ കരക്കാരുടെയും ലക്ഷ്യം. അത് മുൻനിർത്തി ഈ ചുണ്ടൻ വള്ളത്തിന്റെ യഥാർത്ഥ ഉടമകളായ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻവള്ള സമിതി ഈ വള്ളത്തെ ഓരോ തവണ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയും മികച്ച രീതിയിൽ മെയിൻ്റനൻസ് നടത്തിയാണ് സാധാരണയായി അണിയിച്ചൊരുക്കാറുള്ളത്. നമ്മുടെ ഈ ആയാപറമ്പ് ചുണ്ടൻ വള്ളം ജലോത്സവ പ്രേമികളുടെ ഭാഷയിലെ പവർ പാണ്ഡ്യചുണ്ടൻ വള്ളം നമ്മുടെ പുന്നമട നെട്ടായത്തിൽ അതിന്റെ മുഴുവൻ ശക്തിയും ആവാഹിച്ച് അത് ഒരു പവർഫുൾ ഫോഴ്സായി, ഒരു പാണ്ഡ്യ ഫോഴ്സായി നമ്മുടെ ഈ പണ്ഡിറ്റ്ജിയുടെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പ് നെഞ്ചോട് ചേർക്കട്ടെ. അത് കണ്ട് ആനന്ദിക്കാനുള്ള അനുഗ്രഹം ആയാപറമ്പ് കരക്കാർക്കും പാണ്ഡ്യക്കരക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വള്ളംകളികളുടെയും കളിവള്ളങ്ങളുടെയും വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വള്ളംകളി വിശേഷമായി നമ്മൾക്ക് എൻ്റെ ചാനൽ കൂടി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.